പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പരിശുദ്ധ ബലിയിൽ ഉള്ള ഭക്തി നിർഭരമായ പങ്കാളിത്തത്തെക്കുറിച്ച്, എങ്ങനെ പരിശുദ്ധ ബലിയിൽ ഭക്തി നിർഭരമായി പങ്കെടുക്കണം എന്നതിനെക്കുറിച്ച് ആയിരുന്നു ഇന്നലത്തെ നമ്മുടെ ചിന്താവിഷയം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നതിന് ശേഷവും അതിനു മുമ്പും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സംശയം, ഞാൻ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിരുന്ന ഒരു കാര്യം, എനിക്ക് ഉത്തരം കിട്ടാതിരുന്ന ഒരു കാര്യം ഇതായിരുന്നു: കർത്താവായ യേശുക്രിസ്തു കുരിശു മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്. ഇത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, 2003 ഏപ്രിൽ 5-ാം തീയതിയാണ് ഞങ്ങളുടെ മൂത്ത കുഞ്ഞ് ജനിച്ചത്, മോള്. അവൾക്ക് 1.5 വയസ്സുള്ളപ്പം അവളുടെ തലയിൽ 2 പരു വന്നു, വലിയ 2 പരു. സ്ഥിരമായിട്ട് ഈ അത്യാവശ്യം പനിയും കഫക്കെട്ടും ഒക്കെ വരുമ്പം പോയി കാണാറുള്ള ഒരു ഡോക്ടർ, ആ ഡോക്ടറെ ഈ മോളെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പഴുക്കാനുള്ള മരുന്ന് വെച്ചതിന് ശേഷം പറഞ്ഞു, ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഒരു 5 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കിന് ഈ പരു 2 നന്നായിട്ട് പഴുത്തു. അപ്പം ഒരു ലേഡി ഡോക്ടറാണ്. ഞങ്ങൾ അവളെ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ, വീണ്ടും കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഈ ഡോക്ടർ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇത് കീറേണ്ട വരും, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ദേഷ്യം തോന്നി ഡോക്ടറോട്. ഞാൻ പറഞ്ഞു, ഡോക്ടർ അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടില്ലേ പഴുക്കാനുള്ള മരുന്ന് വെച്ച്, ഡോക്ടർ തന്നെ ചെയ്താൽ മതി, വേറെ ഇടത്തും കൊണ്ടുപോകുന്നില്ലെന്ന് പറയും. കാരണം ഇനിയിപ്പോൾ പുറത്ത് വേറെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പം ഈ ചെറിയൊരു കാര്യത്തിന് പോലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പൈസ ആയേക്കാം. അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർ ഇത് പരു പൊട്ടിക്കാനായിട്ട് ഒരു സൂചി എടുത്തു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ മടിയിൽ ഇങ്ങനെ കിടത്തി ബലമായിട്ട് തല ഇളക്കാതെ മുറുകെ പിടിച്ചിരിക്കുക. ഈ ഡോക്ടർ ഈ സൂചി കൊണ്ട് കൊച്ചിൻ്റെ തലയിലെ പരു ഇങ്ങനെ കുത്തി പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഇത് കണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര പ്രയാസം. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ മുറുകെ പിടിച്ചപ്പോൾ തന്നെ കൊച്ച് ശക്തമായിട്ട് കാറാൻ തുടങ്ങി. ഡോക്ടർ ഇത് കുത്തി പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും കൊച്ചിൻ്റെ കാർച്ച അങ്ങോട്ട് ഉയർന്നു. ഭാര്യ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി, കരഞ്ഞോണ്ടാണ് പോയത്. ഞാൻ മുറുകെ പിടിക്കുന്നു. ഡോക്ടർ ഓരോ പരു അത് കുത്തി പൊട്ടിച്ചിട്ട് ശക്തമായിട്ട് ഞെക്കുമ്പോഴേക്കും അതിൽ നിന്ന് പഴുപ്പും ചലവും രക്തവും എല്ലാം കൂടെ കണ്ടമാനം പുറത്തേക്ക് വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് ജീവൻ പോകുന്ന വിധത്തിലുള്ള കാർച്ചയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൊച്ച് തലയനക്കാതെ ശരീരം കിടന്ന് പിടയ്ക്കാതെ മുറുകെ പിടിച്ചിരിക്കുക. ഇപ്പോഴും ആ സമയത്ത് എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ചങ്കിന് ഭയങ്കര ഒരു വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഈ 2 പരു പൊട്ടിച്ച് അതിലെ എല്ലാം പുറത്ത് കളഞ്ഞ് അത് ഡ്രസ്സ് ചെയ്ത് എല്ലാം. അന്നേരം കൊച്ച് കാർച്ച നിർത്തുന്നില്ല. ഞാൻ ഈ മോളെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൻ്റെ ആ ക്ലിനിക്കിൻ്റെ വരാന്തയിലേക്ക് ചെല്ലുമ്പോൾ ക്ലിനിക്കിൻ്റെ വരാന്തയുടെ ഒരു സൈഡിൽ ഭിത്തിയെ തല ചാരി വെച്ച് ഭാര്യ ഇങ്ങനെ പൊട്ടി കരയുന്ന ഒരു രംഗം ഞാൻ കാണുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് അന്നൊരു 2 വീലർ അവിടെ ഞങ്ങൾ 4 കിലോമീറ്റർ ദൂരത്താണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഈ പോരുന്ന വഴിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിത്രം ഇതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപം അത് തൻ്റെ പുത്രന്റെ ശരീരം കൊണ്ട്, ആ ശരീരത്തിൽ ഏറ്റുവാങ്ങി ആ പൊന്നു തമ്പുരാൻ, ആ യേശുനാഥൻ നമ്മുടെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അവിടുന്ന് സ്വന്തം ശരീരത്തിൽ പരിഹാരം ചെയ്യുമ്പോൾ ആ പുത്രന്റെ ശരീരത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ക്രൂരമായ ആ വിധത്തിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ, തലയിൽ മുൾക്കിരീടം അടിച്ച് ഇറക്കുമ്പോൾ, ആ ശരീരത്തിൽ പിന്നെയും ചാട്ടം കൊണ്ടടിച്ച് ആ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും 100 ഇരട്ടി ഭാരമുള്ള കുരിശ് കൊടുത്തുകൊണ്ട് ആ യേശുനാഥനെ കൊണ്ട് ആ കുരിശ് വഹിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെയും ആ പിതാവ് നെഞ്ച് തകർന്നുകൊണ്ട് ആ പുത്രനെ പിടിച്ചു വെച്ച് കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. ചമ്മട്ടി അടിക്കുമ്പോഴും കുരിശിൽ തറയ്ക്കുമ്പോഴും തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുമ്പോഴും ഒക്കെ സ്വന്തം പുത്രനെ പിടിച്ചു വെച്ച് കൊടുക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം. ആ പിടിച്ചു വെച്ച് കൊടുക്കുമ്പോഴും അവിടുന്ന് അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, ആ പിതാവ് അനുഭവിച്ച മാനസിക വേദന എന്ന് പറയുന്നത്, അത് ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. ഒടുവിൽ തൻ്റെ തന്നെ മാറിലേക്ക് ചേർത്ത് തറയ്ക്കുവാൻ തക്ക വിധം അവിടുന്ന് തൻ്റെ ആ കുരിശിന്റെ രൂപത്തിൽ തൻ്റെ കൈകൾ വിരിച്ചു കൊടുത്ത് തൻ്റെ മാരടം ആ പുത്രന് വേണ്ടി വിരിച്ചു കൊടുക്കുന്ന പിതാവ്. യേശു പറയുകയാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും എന്നിൽ ഒന്നായിരിക്കും. ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നിൽ ഒന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ എല്ലാ ഇഷ്ടങ്ങളും ആ പുത്രൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ പിതാവിന്റെ ഇഷ്ടം പോലെ തന്നെ, അതായത് പിതാവ് മനുഷ്യനെ സ്നേഹിച്ചതുപോലെ തന്നെ പുത്രനും മനുഷ്യനെ സ്നേഹിച്ചിരുന്നു. അവര് ചെയ്യുന്ന പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിന് താൻ പരിഹാരം ചെയ്യേണ്ടി വരുമെന്ന് ആ പുത്രൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് പുത്രൻ
ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും, അന്ന് വരെ ജീവിച്ചതും അതിനുശേഷം ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമായിട്ട് അവിടുന്ന് ആ മനുഷ്യന്റെ പാപമാകുന്ന ആ പരുക്കള് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുന്ന് പരിഹാരം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ഭാരം, അതിന്റെ ഭീകരത എന്താണെന്നുള്ളത് അത് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എറണാകുളം ജില്ലയിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രത്യേകതരം ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. 5 ദിവസത്തെ ധ്യാനം. ഈ ധ്യാനത്തിന്റെ ലാസ്റ്റ് ദിവസം രാത്രിയിൽ കുമ്പസാരത്തിന്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാവരെ കൊണ്ടും അവരുടെ പാപങ്ങൾ എഴുതിക്കും. പാപങ്ങൾ എഴുതിച്ചിട്ട് അഡ്രസ്സും പേരൊന്നും വെക്കണ്ട, കടലാസിൽ അവരവർ ചെയ്ത പാപങ്ങൾ എഴുതിയിട്ട് കുമ്പസാരത്തിന് ശേഷം ആ പാപം കൊണ്ട് അവിടെ ഒരു ബക്കറ്റിൽ ഇടാൻ പറയും. എന്നിട്ട് രാത്രി ആരാധനയുടെ സമയത്ത് ആ ധ്യാനഗുരു, ആ ഡയറക്ടർ അച്ഛൻ അതിൽ നിന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് ഒരു 4-5 പേരെ വിളിച്ചിട്ട് അവരെ പിന്നെ നെറ്റിയെ കുറിച്ച് വിളിച്ച് അവരുടെ തലയെ കുറിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ബക്കറ്റ്, പുറകിലിരിക്കുന്ന ഈ ബക്കറ്റ് വെറും കടലാസ്, തുണ്ടുകടലാസുകൾ അതിൻ്റെ അകത്തുള്ള 100 ഗ്രാം പോലും വെയിറ്റ് ഇല്ല. അതായത് ഒരു ബക്കറ്റിന്റെ മൊത്തം വെയിറ്റ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 1/2 കിലോ, മാക്സിമം 1/2 കിലോ വെയിറ്റ് ആ ബക്കറ്റിന് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ ദിവ്യകാരുണ്യം ആരംഭിക്കിരിക്കുന്ന പിന്നെ ധ്യാനകേന്ദ്രത്തിന്റെ ആ വേദിയിലേക്ക് ഈ ബക്കറ്റും ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് അവരോട് പറയും. ചുമന്നുകൊണ്ട് വരാം, എടുത്തുകൊണ്ട് വരാം തോളിൽ. പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അവർ വളരെ വലഞ്ഞ് കഷ്ടപ്പെടുന്ന അവസ്ഥകളാണ് ആ ധ്യാനത്തിന് വന്നിരിക്കുന്ന എല്ലാവരും കാണുന്ന കാഴ്ച. മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം എന്ന് പറയുന്നത് അത് ചില്ലറ ഭാരമല്ല. പ്രിയപ്പെട്ടവരെ, പുത്രനെ മറന്നുകൊണ്ട് പിതാവിന് ഈ ലോകത്തോട് ഒരു സ്നേഹമില്ലായിരുന്നു. അവിടുന്ന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് അവിടുന്ന് പീഡകൾ സഹിച്ചതെന്നും കുരിശിൽ മരിച്ചതെന്നും നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നീ നാഥനും രക്ഷകനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ ചെയ്തു പോയ എല്ലാ പാപത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. നിന്റെ ജീവിതത്തെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി നിന്നെ മഞ്ഞ് പോലെ വെണ്മയുള്ളവനാക്കി തീർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു സംശയം, ആ ഒരു സന്ദേഹം ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ തീരണം. യേശു എന്തിനാണ് ഇത്രമാത്രം പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചതെന്ന്, അവിടുന്ന് എങ്ങനെയാണ് നിനക്കും എനിക്കും ഒക്കെ രക്ഷ വാങ്ങി തന്നതെന്നുള്ള ആ സത്യം അത് ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കരിങ്കല്ലിൽ കൊത്തപ്പെട്ടതുപോലെ രൂപപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും എന്നിൽ നിക്ഷേപിക്കണമേ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയ മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.